ഭക്തിയുടെ നിറവിൽ വൈക്കത്തപ്പന് ഋഷഭവാഹനം എഴുന്നള്ളിപ്പ്. സർവാഭരണ വിഭൂഷിതനായ വൈക്കത്തപ്പന്റെ മോഹനരൂപം ദർശിച്ച ആയിരങ്ങൾ സായുജ്യം നേടി. നവംബർ 23-നാണ് പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി. വൈക്കത്തഷ്ടമിയുടെ 7ാം ഉത്സവനാള്. വാഹനമായ ഋഷഭത്തിലേറി ജഗദീശ്വരൻ പരമശിവൻ. തിരുവാഭരണവും പട്ടുടയാടകളും കട്ടിമാലകളും തങ്കത്തിടമ്പിൽ അലങ്കൃതം. കർപ്പൂരപ്രഭയിൽ ഭഗവാൻ തിളങ്ങി. അനുഗ്രഹവർഷമായി പെയ്ത ശൈവചൈതന്യത്തെ തൊഴുതു ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ. ഭക്തിസാന്ദ്രമായിരുന്നു 7ാം ഉത്സവനാളിൽ നടക്കുന്ന വൈക്കത്തപ്പൻ്റെ ഋഷഭവാഹന എഴുന്നള്ളിപ്പ്. രാത്രി 11 മണിയോടെ വെള്ളിയിൽ നിർമ്മിച്ച 4 അടിയോളം ഉയരമുള്ള കാളയുടെ പുറത്ത് വൈക്കത്തപ്പൻ്റെ തങ്കത്തിടമ്പ് സ്ഥാപിച്ചു. അവകാശികളായ കിഴക്കേടത്ത്, പടിഞ്ഞാറേടത്ത് ഇല്ലങ്ങളിലേതടക്കം 40ഓളം മൂസത്തുമാർ തണ്ടിലേറ്റി ഭഗവാനെ എഴുന്നള്ളിച്ചു. നാദസ്വരം അകമ്പടിയായി. രണ്ട് മണിക്കൂർ നീണ്ടുനിന്ന ചടങ്ങിന് 8 ഗജവീരന്മാർ ഇടംവലം നിരന്നു. സ്വർണ്ണക്കുട, മുത്തുക്കുട, വെഞ്ചാമരം, ആലവട്ടം തുടങ്ങിയ അലങ്കാരങ്ങളോടെ നടത്തിയ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ 5 പ്രദക്ഷിണം നടത്തി. ആചാരപ്രകാരം നാദസ്വരം, പരുഷവാദ്യം, പഞ്ചവാദ്യം, ചെണ്ടമേളം, ഘടീയം തുടങ്ങിയവയാണ് എഴുന്നള്ളിപ്പിൽ ഉപയോഗിച്ചത്. നവംബർ 23-നാണ് പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി. ജനം, കോട്ടയം.